ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വളരെ പണ്ട് കാലത്ത് നടന്നിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തും ഈ നൂറ്റാണ്ടുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് തന്നെ പഴയ കാര്യങ്ങൾ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു എന്നറിയുന്നതിൽ വളരെ ദുഃഖമുണ്ട്. കാര്യം മനുഷ്യന് ഒരുപാട് ചേഞ്ചായി അല്ലേ, 50 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മനുഷ്യരെല്ലാം തന്നെ ഒരുപാട് ചേഞ്ചായി. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ ചേഞ്ച് ആവാത്ത ചില മേഖലകൾ ഇപ്പോഴും തന്നെയുണ്ട്. അത് ഞാൻ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല ഹോട്ടലുകളിലല്ല സ്റ്റേ ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു 4 സ്റ്റാറോ അല്ലെങ്കിൽ 3 സ്റ്റാറോ ഹോട്ടലിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോയ്ലറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഹോട്ടലിലോ ഒക്കെ നമ്മൾ കയറുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം ടോയ്ലറ്റ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മുടെ ജനങ്ങൾ വളരെ പുറകിലോട്ടാണ്. അത് സ്ത്രീയായാലും പുരുഷനായാലും ഒരുപോലെ തന്നെയാണ്. പുരുഷന്മാർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ ചില ടൈമുകളിലൊന്നും ഈ ടോയ്ലറ്റൊന്നും ഉപയോഗിക്കാറില്ല. പൊതുസ്ഥലത്ത് തന്നെ അവരുടെ കാര്യനിർവഹണം വഹിക്കും. പക്ഷേ സ്ത്രീക്ക് എപ്പോഴും ഒരു സേഫായ ഒരു സോൺ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ, അല്ലയോ? അപ്പോൾ നമ്മളുടെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ ഞാൻ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിലാണിത് കൂടുതൽ കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതിനാൽ വിദേശത്തൊന്നും ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യയിലെ ആൾക്കാർ ഇത് പുറകോട്ട് തന്നെയാണ്. ഒരു സാധാരണ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു റെസ്റ്റ് റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഫുഡ് തന്നെ പുറത്തോട്ട് വരുന്ന ഒരവസ്ഥയിലോട്ട് നമ്മുടെ സാഹചര്യം കൊണ്ടെത്തിക്കുന്നു. കാര്യമെന്ന് വെച്ചാൽ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, വൃത്തിഹീനമായ വാഷ്റൂംസൊക്കെയാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ സമീപിക്കുന്നതും ഉപയോഗിക്കുന്നതും യൂസ് ചെയ്യുന്നതും അതല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതും എന്തുകൊണ്ടാണ്? പെയ്ഡ് ടോയ്ലറ്റ്സുകൾ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇതിന് പരിഹാരമാവുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് ചില വീടുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു, അല്ലയോ? ഒരു 50 വർഷം 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു വൃത്തിഹീനമായ ഒരു സ്ഥലമായിരുന്നു. അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകണമെന്നോ വൃത്തിയാക്കണമെന്നോ എന്നുള്ളൊരു ചിന്ത ആൾക്കാർക്കില്ലായിരുന്നു. അത് ഈ ഒരു കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. പക്ഷെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ വളരെ മടിയന്മാരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലായാലും അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് ബാഡായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒന്നാമത്തത്, വെള്ളം എല്ലാം എടുത്തൊഴിക്കും. രണ്ടാമത്തെ കാര്യം, സോപ്പ്, ഡിറ്റർജൻറ്റ് മുതലായവ ഒന്നും തന്നെ ബാത്റൂമിൻ്റെ അകത്ത് കാണില്ല ഒന്ന് ക്ലീനാക്കി എടുക്കാൻ. അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന ബ്രഷുകൾ പോലും കാണില്ല. ടോയ്ലറ്റ് ബ്രഷ് പ്രത്യേകം വെക്കണം എന്നുള്ള പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ തറ ക്ലീൻ ചെയ്യാനും തുടച്ചു മാറ്റാനുമുള്ള മോപ്പ് മുതലായവ ഒന്നും തന്നെ വീട്ടുകളിൽ കരുതാറില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വൃത്തിഹീനമായ ഒരു രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ നമ്മുടെ ജനങ്ങൾക്ക് അതിന് സമയവുമില്ല, അവരതിനെക്കുറിച്ച് ബോധവാന്മാരുമില്ല. പക്ഷേ ഇനിയുള്ള തലമുറയെങ്കിലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക, ബോധവതികളാവുക. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളെ രക്ഷകർത്താക്കൾ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തിനാണ് ഈ വൃത്തി എന്ന് നമ്മൾ കൂടി മനസ്സിലാക്കുക. കാര്യം ഇന്നത്തെ കാലത്ത് പൊതുസ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ടോയ്ലറ്റുകളുണ്ടല്ലയോ? അപ്പോൾ ടോയ്ലറ്റുകളുടെ ശുചീകരണം എന്ന് പറയുന്ന ഒരു മസ്റ്റാണ്. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആക്കേണ്ടതാണ്. അതിന് യോജ്യമായ ഡിറ്റർജൻറ്റുകൾ കരുതുക. കാര്യം മാസത്തിൽ 1 വാങ്ങിച്ചാൽ മതിയാവുമല്ലോ. ആഴ്ചയിൽ 2 പ്രാവശ്യമല്ലേ അത് വാഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഒരു എയർ റിഫ്രഷ്നർ തൂക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബാഡ് സ്മെല്ലുകളും ഓർഡറും നമുക്ക് മാറ്റി നിർത്താനും സഹായിക്കും. അപ്പോൾ നമ്മളുടെ ടോയ്ലറ്റുകൾ കഴിയുന്നതും നനഞ്ഞ് കീപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ടോയ്ലറ്റും ബാത്തും ഒരുമിച്ചുള്ളതാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു വൈപ്പർ യൂസ് ചെയ്ത് ആ വെള്ളം വടിച്ചു മാറ്റുക.
അതിനാൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ദുർഗന്ധം ബാത്റൂമുകളിൽ ഉണ്ടാവാതിരിക്കുകയും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ടോയ്ലറ്റ് സീറ്റുകൾ നമ്മൾ ശുദ്ധിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ അത് കഴുകി മാറ്റുക. അടുത്ത ആൾ വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ തക്കമായ രീതിയിൽ അത് കരുതുക. കാര്യം നമ്മളെല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തോ ടോയ്ലറ്റിൻ്റെ അകത്തോ അസഹ്യമായ സ്മെല്ലുകളും ഓടറും ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനും ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ നമുക്ക് വൈഷമ്യം ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂം പോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതാണ് നമ്പർ 1 പോയിന്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, bye for now. Bye and take care.